സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. ഇതാ നമ്മളുടെ ചിങ്ങു ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ചിങ്ങു എത്തി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ പേരിലും സൂര്യ കിച്ചൻ്റെ പേരിലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു. നമ്മുടെ സദ്യകളിൽ കിച്ചടികൾ ഇല്ലാത്തൊരു സദ്യയില്ല. കിച്ചടി എന്ന് പറഞ്ഞാൽ സദ്യയിലെ ഒരു മെയിൻ ഐറ്റമാണ് നമ്മുടെ തൊടുകറികളിൽ. അപ്പോൾ ഞാനിന്ന് പലതരം കിച്ചടികളുണ്ട്. അതിൽ നിന്ന് ഞാനിന്ന് ഒരു വെണ്ടയ്ക്ക കിച്ചടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വെണ്ടയ്ക്ക കിച്ചടി റെഡിയാക്കി എടുക്കുന്നതെന്ന്. ആദ്യം തന്നെ ഞാനൊരു 10 വെണ്ടയ്ക്ക എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ. ഇത് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കാണ്. നല്ല ഫ്രഷ് വെണ്ടയ്ക്ക ഞാൻ പറിച്ചെടുത്തതാണ്. അതുകൂടാതെ ഞാൻ 2 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് നല്ല വട്ടത്തിൽ ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് ആവശ്യമുണ്ട്, നമുക്ക് അല്പം ജീരകം ആവശ്യമുണ്ട്, പിന്നെ നല്ല കട്ടി തൈര് ആവശ്യമുണ്ട്. അതുകൂടാതെ ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇതിനെ ഇട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മളുടെ വെണ്ടയ്ക്ക ഇതുകൊണ്ടോ ഇതിന് ഇത് മൊത്തമായിട്ടുള്ളൊരു ഹാഫേ ആയിട്ടുള്ളത്. ഇത് നല്ല ബ്രൗൺ കളറായി വരുന്ന വരെ ചെയ്യണം. നമുക്ക് ഈ വെണ്ടയ്ക്ക ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പാവയ്ക്ക വെച്ചും ഈ സെയിം ആയിട്ട് ചെയ്യാം. അതായത് പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞിട്ട് ഈ വെണ്ടയ്ക്ക വറുക്കുന്ന പോലെ തന്നെ വറുത്ത് ഈ സെയിം പ്രൊസീജിയർ തന്നെ പാവയ്ക്ക കിച്ചടിയും ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പാവയ്ക്ക ആകുമ്പോൾ പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് പേര് ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എന്നോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ പാവയ്ക്ക കിച്ചടിയെ പറ്റി. അപ്പോൾ ഞാൻ ഓർത്ത് വെണ്ടയ്ക്ക ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വെണ്ടയ്ക്ക കളഞ്ഞത്. ഈ സെയിം പ്രൊസീജിയർ തന്നെ നിങ്ങൾക്ക് പാവയ്ക്കയും ചെയ്യാം. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് പാവയ്ക്ക. ഇപ്പോൾ വെണ്ടയ്ക്ക ആണെങ്കിൽ നമുക്ക് ഈ ഒന്നൊരു കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവം വരുള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും വരില്ല. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളർ വരെ ആകട്ടെ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് വന്നാൽ മതി. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. ഇനി ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇപ്പം നമ്മൾ വറുത്തെടുത്ത വെണ്ടയ്ക്ക നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ശരിക്കും പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൾസിലേക്ക് ഒന്ന് തിരിച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. 10 വെണ്ടയ്ക്ക എടുത്ത് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ നോക്കുക ഒരു പാത്രത്തിലിട്ടപ്പോൾ അത് എന്തുമാത്രം ഉണ്ടെന്ന്. അത് പൊടിച്ചെടുത്തപ്പോൾ ഇത്രയും ആകെയുള്ളൂ. അടുത്തതായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഈ തേങ്ങയും അതുകൂടാതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കുകയാണ്. ആ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 2 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പില, അതുകൂടാതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞ് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടോ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ ചേർത്ത പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സൂക്ഷിക്കണം, ചെറിയ വെള്ളമായി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ മേത്തോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് നല്ല സൂക്ഷിച്ചേ ഒഴിക്കാവുള്ളൂ. ഈ വെള്ളമെല്ലാം വറ്റി ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അതായത് നമ്മളുടെ തേങ്ങയല്ലോ ഇതിനകത്ത് കിടന്ന് വെന്ത് ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ നമ്മൾ ഇത് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട, നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇപ്പം നമ്മുടെ തേങ്ങയുടെ വെള്ളം ഒരു ഓൾമോസ്റ്റ് കുറേ വറ്റിയിട്ടുണ്ട്. ആ സമയം നമ്മൾ ഈ നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ തേങ്ങയും വെണ്ടയ്ക്കയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു കളർ നമ്മുടെ ഒരു ചോക്ലേറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല മണം കേട്ടോ. വെണ്ടയ്ക്ക വറുത്തതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കടുകും വെളിച്ചെണ്ണയും എപ്പോഴും ഇങ്ങനത്തെയുള്ള നമ്മുടെ നാടൻ സാധനങ്ങളെല്ലാം കൂടുതലും വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വറുക്കുമ്പം ഞാനിപ്പോൾ വറുത്തത് കനോള ഓയിലാണ്, പക്ഷെ ഇവിടെ ഭയങ്കര വിലയാണ് കോക്കനട്ട് ഓയിലിന്. അതുകൊണ്ട് ഞാൻ കനോള ഓയിലാണ് വറുത്തത്. പക്ഷേ ഇങ്ങനത്തെ കടുകെല്ലാം വറുത്തിടുന്നതെല്ലാം നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഇപ്പം നമ്മളുടെ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ മിക്സിനെ ഒന്ന് തണുക്കാൻ വെക്കണം. ഇത് തണുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തേക്ക് തൈരും കൂടി ഒഴിച്ചാൽ നമ്മളുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡിയാവും. ഇപ്പം നമ്മളുടെ മിക്സി ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതുണ്ടോ, ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കുക. നല്ല കട്ട തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്, അതുകൊണ്ട് നല്ല കട്ട തൈര് തന്നെയാണത്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. ഇതുണ്ട്, ആഹാ സൂപ്പർ. ഇതുണ്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നമ്മളുടെ നല്ല മണം കേട്ടോ വരുന്നത് ഇതിനകത്തുനിന്ന്. ഇതുണ്ടോ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. എൻ്റെ കടുകെല്ലാം വറുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. എനിക്കൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാമല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന്, ഇത് ഭയങ്കരമായിട്ട് ഇളക്കല്ല. അപ്പോൾ നമ്മുടെ തൈരെല്ലാം അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് ജെന്റിലായിട്ട് ഇങ്ങനെ ഇളക്കുക. ഇതാ, ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ സ്വാദും എല്ലാം ഉള്ള ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ പാവയ്ക്ക കിച്ചടിക്കും. ആരും മറക്കണ്ട. വെണ്ടയ്ക്ക വേണ്ടാത്തവർക്ക് പാവയ്ക്ക വെച്ചിട്ടും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഓണ വിഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഓണ വിഭവമായി കാണുന്നവരെ ബൈ ബൈ.